ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ളോഗ്സ്. അപ്പം ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് ഞങ്ങളിതാ ട്രാവലിൽ കയറുന്നതാണ് കാണുന്നത്. എങ്ങോട്ടാ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബേബിക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. ബേബിക്കുട്ടിയുടെ അച്ഛനില്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനും അവളുടെ ചെറിയച്ഛനും ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി യാത്ര പോകുമ്പോൾ ഇതാണ് കാണുന്നത്. വണ്ടിയിലിരുന്ന് ബേബി ആദ്യം ഒന്ന് ഛർദ്ദിച്ചു കേട്ടോ, ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചത്. വേദുൻ്റെ ഈ കിടത്ത് എന്താണെന്ന് വെച്ചാൽ ഉറക്കം വന്നിട്ടുള്ള കിടത്താണ്, അതാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ അവൻ നന്നായി ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ശരവണ ഭവനിൽ കയറി. നല്ല എന്താ കഴിച്ച് മസാല ദോശയാണ് കേട്ടോ ഗൈസ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഗൈസ് ആലപ്പുഴയ്ക്കാണ് പോകുന്നത് കേട്ടോ. ആലപ്പുഴ കൃപാസനം പള്ളിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങോട്ട്. അമ്മ പോകണം എന്ന് അമ്മ നേർന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. പിന്നെ നല്ലൊരു പള്ളിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് അത് നടന്നു കഴിഞ്ഞാൽ അവിടെ പോയി തൊഴുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ കയറുന്നത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ ആദ്യം കയറി ഞങ്ങളിതാ മസാല ദോശയൊക്കെ കഴിച്ചു. എല്ലാവരും മസാല ദോശയും ചിലർ നെയ് റോസ്റ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത്. നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ചില കടകളിൽ ചെന്നാൽ നമുക്ക് കസ്റ്റമർ സർവീസ് വളരെ മോശമായിരിക്കും. അവിടെ ഒരു വയസ്സായ ആളായിരുന്നു കേട്ടോ നമുക്ക് തരുന്നുണ്ടായിരുന്നത് ഫുഡൊക്കെ. നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു, നല്ല ഫുഡും ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്? സൂപ്പറായിരുന്നില്ലേ? അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയും വടയൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കഴിച്ചു. വേദുട്ടനും ബേബിയും മസാല ദോശ വെറുതെ വാങ്ങി, കാരണം അവൾ കഴിച്ചൊന്നുമില്ല. മസാല ഒക്കെ ബാക്കി വെച്ചിട്ട് ദോശയുടെ അതിന് കഴിച്ചു. അതിനെക്കാട്ടി നല്ലതുണ്ടായിരുന്നത് ദോശ കഴിക്കുകയായിരുന്നു, അല്ല നെയ് റോസ്റ്റ് കഴിക്കുകയായിരുന്നു. വേദുട്ടൻ നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ അതാ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങി. അപ്പോൾ ഞാൻ അവിടെ ഒരു ബുക്ക് സ്റ്റോൾ പോലെ അങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗി തോന്നി. പിന്നെ നല്ല നീറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഹോട്ടൽ കാണുമ്പോൾ. പിന്നെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. പിന്നെ സ്ഥിരം പരിപാടി തന്നെ ഡാൻസ് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവളുടെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വയ്യ പറഞ്ഞിട്ടിരിക്കും. ഞാൻ പിന്നെ വേദുട്ടൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കളിക്കാനൊന്നും പോയില്ല. അവളും ചെറിയമ്മയായിരുന്നു ഫുൾ ടൈം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്താറായി കേട്ടോ ഗൈസ്. ആലപ്പുഴയാണ് ഈ ഇത് വരുന്നത്, കൃപാസനം വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസൊക്കെ കണ്ടു കേട്ടോ. കൊച്ചിയിലല്ലേ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് വരുന്നത്, അതൊക്കെ കണ്ടു. ഞാൻ മുന്നേ എയർപോർട്ടിലേക്ക് പോകുമ്പോഴായിട്ടും അത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് ഒന്നും വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒരു ആവശ്യം വന്നിട്ടില്ല നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത്. പിന്നെ അവിടെ ട്രാഫിക് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഉണ്ടായിരുന്നു, രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഗൈസ്, അവർ പറഞ്ഞതാ കേട്ടതാണ് എനിക്കറിയില്ല, പ്രേതാലയാണ് ഇത്ര ഗൈസ്. ഇത് കുറേ വർഷമായിട്ട് ഇത് ഇങ്ങനെയാണ് ഇത്ര കിടക്കുന്നത്. അവിടെ പ്രേതമുണ്ട് എന്നാണ് പറയണത്. അതൊക്കെ വെറുതെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ പേരാണ് കണ്ടോ, അത് ഇതുവരെ പൊളിച്ചിട്ടില്ല, ഒന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരായാലും ചിലപ്പോൾ വിശ്വസിച്ച് പോകും രാത്രിയൊക്കെ പോവാൻ. പിന്നെ ഇതാണ് ഇവരുടെ ഡാൻസ് കേട്ടോ. ചെറുമിയും ബേബിക്കുട്ടിയും ചെറുമിയും ബേബിയും ഭയങ്കര കളിയിലായിരുന്നു. അവർ കാണാതെ ഞാൻ എടുത്തതാണ് കേട്ടോ വീഡിയോ. പല സ്റ്റെപ്പുകളൊക്കെ ഇടുന്നുണ്ട് കണ്ടോ, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവർ കാണാതെ വീഡിയോ എടുത്തതാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയിട്ടോ. ഇനി അവിടുത്തെ ഇതാണ് കാണുന്നത്. അവിടെ പോയപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത്. കൃപാസനം പള്ളിയെക്കുറിച്ചിട്ട് അറിയുന്നവരുണ്ടായിരിക്കും. അവിടുത്തെ ഐതിഹ്യങ്ങൾ അതൊന്നും എനിക്കത് അധികം കാര്യമായിട്ട് അറിയില്ല. ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. കുറേ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുക അങ്ങനെ കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ദമ്പതിമാർ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഇതായിട്ടുണ്ട് അതങ്ങനെ. പിന്നെന്താ കല്യാണം കഴിയാത്തവർക്ക് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ കല്യാണം കഴിയും. അതൊരു വിശ്വാസമാണ്. എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടാവണമെന്നില്ല, ചിലവർക്ക് ഉണ്ടായിരിക്കാം, ഓരോരുത്തർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം, അത് നമുക്കറിയില്ല. ഇഷ്ടമുള്ളവർ അങ്ങോട്ട് പോവുക. അതാണ് കേട്ടോ കൃപാസനം പള്ളി. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. ജാതി ഭേദമന്യാണ് അവിടെ വരുന്നുണ്ടാവുക. കാരണം ഈ ക്രിസ്ത്യൻസിന് മാത്രമല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മെഴുകുതിരി വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവിടെ അങ്ങനെ ഉള്ളിക്ക് പോയപ്പോൾ അങ്ങനെ അവിടെ നമ്മുടെ ഇതുണ്ടാവില്ലേ, എന്താ പറയുക, അവിടുത്തെ
പള്ളിയിൽ എന്താ ഉണ്ടാവുക അത് വെച്ചിട്ട് അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചു. ആ മാതാവിനെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അവിടെ ഓരോരുത്തർ കയ്യൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ, ചിലർ പൂവ് ഇങ്ങനെ വെക്കുന്നുണ്ട്, അതൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. കാരണം അവിടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഞങ്ങൾ ചെന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, അതായിരുന്നു. ഉടമ്പടി എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അതായിട്ടാണ് പോയത്. ഒരുപാട് പേര് അവിടെ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുക, എന്താ 3 മാസത്തേത് അവർ പറയുന്ന പോലെ ചെയ്യുക, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ചെല്ലുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊന്നും അവൻ്റെ അങ്ങോട്ട് ഉറക്കത്തുനിന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയത്, ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയത് കാണാം കേട്ടോ ഗൈസ്. ബൈ.